അപ്പോൾ ഗുഡ് മോർണിംഗ് ആൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മിനിമൽ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഫോർ ദ ബേബി. അപ്പം ബേബിയുടെ തിങ്സൊക്കെ മിനിമലി നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം. നമ്മളിങ്ങനെ എല്ലാ സാധനങ്ങളും ഒന്നും എടുത്തു വെക്കുന്നില്ല, കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് നമുക്കൊരു ബേബിയുടെ ആവശ്യമായ മാത്രമേ വെക്കുന്നുള്ളൂ. ഇഷ്ടം പോലെ ലൈക്ക് ബെഡ് നെറ്റ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. വളരെ എസെൻഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ള ഒരു ബേബി ബാഗാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇപ്പോൾ ഓരോ ഹോസ്പിറ്റൽസിനും അവരുടെ റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് കൊല്ലം അയത്തിൽ പാലത്തറയിലുള്ള NS ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടുത്തെ റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ടുള്ള കുറച്ച് തിങ്സ് ഉണ്ട്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ബാഗാണ്. മിനിമലി പാക്ഡാണ്, നോട്ട് മച്ച്. വളരെ എസെൻഷ്യലായിട്ടുള്ള കുറച്ച് തിങ്സ് ഉള്ള ഒരു ബേബി ബാഗ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ബേബി ബാഗിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഒരു ബേബി റിസീവിങ് ബാഗാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ഫോർ ദ ബേബി. മോർ ഓവർ നമുക്കിപ്പോൾ ബേബീനെ എടുക്കാൻ എന്നെപ്പോലെ ഒരു ഫസ്റ്റ് മം ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ബേബീനെ എടുക്കാനായിട്ട് നമുക്കൊരു വാക്കുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളൊരു ബാഗാണ്. ആൻഡ് ഇറ്റ് ഈസ് സോ കോംഫി, ഭയങ്കര കംഫർട്ടബിളാണ്, നല്ല സ്ക്രൂഷി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. സോ ബേബി വിൽ ഫീൽ ഗുഡ് ഇൻ ദിസ് എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് നമ്മൾ വെച്ച ഒരു റിസീവിങ് ബെഡാണ്. ദെൻ നമ്മൾ പണ്ട് മുതലേ എല്ലാവരും കൊണ്ടുപോകുന്ന പോലെ ഓൾമോസ്റ്റ് 1 2 3 4 അലക്കിയ മുണ്ടുകളുണ്ട് കേട്ടോ. നന്നായിട്ട് ഡ്രൈ വാഷ് ചെയ്തെടുത്ത് നല്ല കോട്ടൻ്റെ 4 മുണ്ട് അതെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കീറി അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് നമ്മുടെ കുഞ്ഞിന് ലങ്കോട്ട്സൊക്കെ ഇപ്പോഴേ കോട്ടൺ മറ്റേ ലങ്കോട്ട്സ് സൈസൊന്നും നമുക്ക് കറക്റ്റ് ആവാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ലങ്കോട്ട്സാണ്. ഇനി നമ്മൾ കൊണ്ടുപോകുന്നത് 2 ഹൂഡ് ടവലാണ്. ഇത് നമുക്കറിയാം, ഹൂഡ് ടവൽ മീൻസ് നമ്മുടെ ഒരു ഹൂഡ് ഉണ്ടാവും, പിന്നൊരു ലാസ്റ്റ് ടവലായിരിക്കും ഇത്. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോകുന്നത് ഇത് ബേബീനെ സ്വാഡിൽ ചെയ്യാനും അതേപോലെ തന്നെ കുഞ്ഞിനൊരു കംഫർട്ട് ഫീൽ കിട്ടും. ഇതും അതേപോലെ തന്നെ നമ്മൾ ഈ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഒരു ഹൂഡഡ് ടവലുണ്ട്, ഒന്നല്ല നമ്മൾ 2 ഹൂഡഡ് ടവൽസ് എടുക്കുന്നുണ്ട് ഫോർ ദ കംഫർട്ട് ഓഫ് ദ ബേബി. പിന്നീട് ഇത് ഡ്രൈ ഷീറ്റാണ്. എന്ന് വെച്ചാൽ കുട്ടി കിടക്കുന്ന പ്ലേസൊക്കെ എപ്പോഴും യൂറിനേറ്റൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് നനയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡ്രൈ ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇത് എക്സ്ട്രാ ഉണ്ട്, പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ വി ആർ ടേക്കിംഗ് ഓൺലി 1. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഉള്ളൊരു ബേബി മോയ്സ്ചറൈസറും പിന്നൊരു ബേബി ഷാമ്പൂ എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസിലൊക്കെ പേരൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴും ദേ യൂസ് ടു റെക്കമെൻഡ് ദിസ്. സോ അത് കാരണമാണ് നമ്മൾ അവീനോടെ തന്നെ ഒരു ബോഡി ആൻഡ് ഹെയർ വാഷ് ക്ലെൻസറാണിത്. ഇത് അവീനോടെ എല്ലാവരും ഇത് തന്നെ യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നീട് നമ്മൾ റെക്കമെൻഡേഷൻസ് എടുത്തപ്പോൾ അതിനാണ് മോസ്റ്റ്ലി റെക്കമെൻഡഡ് ആയിട്ട് വന്നത്. സോ വി ടുക്ക് ദാറ്റ്. ഇനി അടുത്ത വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും നമ്മൾ കാണിച്ചല്ലോ. ഇത് ബേബി വൈപ്സ് ആണ്. മദേഴ്സ് സ്പ്ലാഷിൻ്റെ 99% പ്യുവർ വാട്ടർ വൈപ്സ് ആണ്. ഇതിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് വെക്കുന്നത്. പിന്നെ ഇത് നല്ല മസ്ലിൻ ക്ലോത്തിൻ്റെ സ്വാഡിലാണ് കേട്ടോ. ഇത് മീഷോയിൽ നിന്ന് വളരെ അഫോർഡബിൾ റേറ്റിൽ എനിക്ക് കിട്ടിയതാണ്. ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ നോക്കുമ്പോൾ സീ ത്രൂ വെരി കംഫർട്ടബിൾ മെറ്റീരിയലാണ്. ഇതിൻ്റെ ഒരു 1 2 3 4 5 സ്വാഡിൽസ് ഉണ്ട്. കുട്ടീനെ സ്വാഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ 5 സ്വാഡിൽസ്, ദെൻ 2 ഹൂഡഡ് ടവൽസ്. പിന്നെ നമ്മുടെ ഏറ്റവും ക്യൂട്ടസ്റ്റ് തിങ് നമ്മുടെ കുഞ്ഞിൻ്റെ റോംബോസ്. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിൽ
ഒരു 1, പിന്നെ 2 റോംബേഴ്സ്. ഇതിൽ കൂടുതലുണ്ട് നമ്മുടെ കയ്യിൽ, പക്ഷെ നമ്മൾ 2 റോംബേഴ്സ് മാത്രമേ ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ കമ്മിങ് ടു ക്യാപ്സ് ആൻഡ് മിറ്റൻസ്, ഒരു പെയർ മിറ്റൻസും സോക്സും പിന്നെ ഒരു ക്യാപ്പും. ദിസ് ലുക്സ് റിയലി ഗുഡ് അല്ല, ക്യൂട്ട്. ലൈക്ക് ഇതാണ് അതിൻ്റെ ഒരു പെയറുണ്ട്. അപ്പം അത് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേബി ക്ലോത്ത്സ്, ലൈക്ക് വെരി സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ബേബി ജബ്ല. ഈ ജബ്ല നമ്മൾ ഒരു 5 ജബ്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് വാഷ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ, ഇൻക്ലൂഡിങ് ജബ്ല. അപ്പോൾ സോ ഇത് ഇത്രയാണ് ഞാൻ ഇത്രയും പറഞ്ഞ സാധനങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ബാഗാണിത്. സോ ഒരു ചെക്ക് ലിസ്റ്റ് പറയുകയാണെങ്കിൽ അതിന് മുന്നേ നമ്മൾ ഫീഡിങ് ബോട്ടിൽസൊക്കെ ചില പേരൻസ് കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഫീഡിങ് ബോട്ടിൽ ലൈക്ക് ദേ റെക്കമെൻഡ് എ പെർട്ടിക്കുലർ ബ്രാൻഡ് ഡ്യൂറിങ് ദ ഇനിഷ്യൽ സ്റ്റേജസ്. ലൈക്ക് ആദ്യത്തെ ഒരു 1 to 2 days എല്ലാ കുട്ടികളെയും NICUവിൽ കുറച്ച് ഒബ്സർവേഷൻ വെക്കാറുണ്ട്. സോ ആ ടൈമിൽ ദേ പ്രിഫർ എ പെർട്ടിക്കുലർ ബ്രാൻഡ്. സോ നമ്മൾ വേറെ ഫീഡിങ് ബോട്ടിൽസ് ഒന്നും മേടിച്ചില്ല. പിന്നെ അതേപോലെ തന്നെ അവിടത്തേക്ക് വേണ്ടുന്ന സ്പെസിഫിക് ആയിട്ട് വേണ്ടുന്ന കുറച്ച് തിങ്സ് ഉണ്ട്. സോ നമ്മൾ വിചാരിച്ചു അത് അവിടുന്ന് റെക്കമെൻഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ ഫീഡിങ് ബോട്ടിൽസും അതേപോലെ തന്നെ നമ്മൾ പോർ ചെയ്ത് കൊടുക്കുന്ന പലാട അതും നമ്മൾ മേടിച്ചിട്ടില്ല. അത് അവിടുത്തെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഡയപ്പേഴ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ദീസ് ഹോസ്പിറ്റൽ ഈസ് നോട്ട് പ്രൊമോട്ടിങ് ദി യൂസ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് ഡയപ്പേഴ്സ്. അത് കാരണം നമ്മൾ ഒത്തിരി ഡയപ്പേഴ്സ് ഒന്നും മേടിച്ചിട്ടില്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ പേരൻസ് ഗോയിങ് ടു ബി പേരൻസ് ആവുന്നവരൊക്കെ ഡയപ്പേഴ്സ് മേടിച്ച് വെക്കാറുണ്ട്. ഫോർ മൈ കേസ് ദേ ഡിഡ്ന്റ് റെക്കമെൻഡ് ഡയപ്പേഴ്സ്. സോ നമ്മൾ ഡയപ്പേഴ്സ് ഒഴിവാക്കി. പിന്നീട് നമ്മൾ കുട്ടിയുടെ സൈസൊക്കെ വെച്ചിട്ട് നമുക്ക് ഡയപ്പേഴ്സൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നീട് ഇത്രയൊക്കെയാണ്. അപ്പോൾ സോ ഒരു ചെക്ക് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. I'll put that in the comment section or in the description, or I can put it somewhere else. Like ഇതിനകത്തൊരു ചെക്ക് ലിസ്റ്റ് പോലെ ആഡ് ചെയ്യാം. സോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ മിനിമൽ ലിസ്റ്റ് ഞാൻ ഒരു ലിസ്റ്റായിട്ട് തന്നെ ഇതിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. And that's it. This is my hospital backpacking. ഭയങ്കര എക്സൈറ്റഡ് ആണ്. 34 weeks going on. ആൻഡ് ഇനി കുറച്ച് 2 സ്കാനിങ് കൂടെ ഒക്കെ കാണുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേബിയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.